ഹലോ, എല്ലാവർക്കും മദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് നൊടിയേടെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ. നമ്മുടെ ചിക്കൻ വരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു കടായി അങ്ങ് ചൂടാക്കിയെടുക്കുക. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മല്ലി, വറ്റൽമുളക്, കറുവപ്പട്ടയുടെ ലീഫ്, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൂപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ രീതിയിലൊക്കെ ഒരു ചിക്കൻ വരട്ടി തയ്യാറാക്കും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ വരട്ടുന്ന ടേസ്റ്റ് അല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഞാൻ വരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ മുളകായാലും മല്ലിയായാലും എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്ത് ചെയ്യാം, ഇതേ ഓയിലിലോട്ട് തന്നെ നമ്മൾ ഇച്ചിരി ഉള്ളി നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഈ ഉള്ളിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു സവാളയാട്ടോ എടുത്തിരിക്കുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. രീതിയിൽ നമ്മൾ സവാളയും മല്ലിയും വറ്റൽമുളകും ഒക്കെ നമ്മൾ അരച്ചെടുത്ത് നമ്മൾ ചിക്കനിലോട്ട് ഒഴിച്ച് അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ ഏകദേശമൊക്കെ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം വറുത്ത് കോരിയിരിക്കുന്ന മല്ലിനും മുളകിനും കൂടെ ഇതങ്ങ് അരച്ചെടുത്താൽ മതി. എല്ലാം ഒരു പറത്ത് വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് പാത്രം കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതായിരിക്കും എളുപ്പം. ഞാൻ എന്ത് ചെയ്യുന്നത്, വറുത്ത് കോരി അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള കുക്കിംഗ് പരിപാടിയും ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇനി ഇതിലോട്ട് അതേ ഓയിൽ ബാക്കിയുണ്ടല്ലോ, ആ ഓയിലിലോട്ട് ഒരു 2 സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യണം, സവാള നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സവാള ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞാൽ പോകത്തേ ഉള്ളൂ. ആ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും. ഞാനൊരു 3/4 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-10 മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുഞ്ഞായിട്ടോ വലുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വെന്ത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വലുതായാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലുള്ള കഷ്ണങ്ങൾ വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പക്ഷേ എല്ലുള്ള കഷ്ണങ്ങൾ വെച്ച് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പില്ലേ, അത് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉള്ളിയും വറ്റൽമുളകും മല്ലിയും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചില്ലേ, ആ ചേർത്ത് കൊടുത്ത് അതിലോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക. വേറെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഇതന്നെ നല്ലതുപോലെ ഒന്ന് വെള്ളമായി വരും. പിന്നെ ചിക്കനിൽ ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി വെള്ളമായി പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ജാറ് കഴുകിയ വെള്ളവും ഈ മസാലയും മാത്രം മതി കേട്ടോ, അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലതുപോലെ തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് ഊറി വരത്തില്ലേ, അതുപോലെ ഊറി വന്നിട്ട് നമ്മൾ നല്ലതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഡ്രൈ ആക്കി തന്നെ വറ്റിച്ചെടുക്കുക. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതിലോട്ട് ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗരം മസാലപ്പൊടിയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് ചെന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണമല്ലോ. ശേഷം ഒരു 10 മിനിറ്റോളം വീണ്ടും വേവിച്ചെടുത്തതിന് ശേഷം ഇതിലൂടെ ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നിർബന്ധമായി ചേർത്ത് കൊടുക്കട്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നമ്മളെ വരട്ടിൻ്റെ ആ കളർ തന്നെ നല്ലതുപോലെ ഒന്ന് മാറി വന്നില്ലേ. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിക്കൻ വരട്ടിയെടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇനി ചിക്കനൊക്കെ വരട്ടി കഴിക്കാൻ തോന്നുമ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് ഇതേ രീതിയിൽ ഒന്ന് വരട്ടി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചിക്കൻ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.